ഹലോ, അപ്പൊ നമ്മള് പൊന്നൂന്റെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്നാണ് പൊന്നൂന്റെ ഫസ്റ്റ് ടേം എക്സാം കഴിഞ്ഞതിന്റെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ന് 10 to 11 വരെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് സ്കൂളിൽ. അപ്പൊ നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക് പോയത്. പൊന്നൂര് പേടിയുണ്ടോ? ഫുൾ മാർക്കായിരിക്കൂലേ? എന്ന് മാത്സും മലയാളോ പേടിയുണ്ട്? കമ്പ്യൂട്ടറോ? കിട്ടിയല്ലോ. പൊന്നൂന് ബാക്കിയെല്ലാം ഓക്കെയാ, പക്ഷെ മാത്സ് പിന്നെ ക്ലാസ് കേട്ട് ഭയങ്കര സൗണ്ട്. പൊന്നൂന് ബാക്കി എല്ലാ സബ്ജക്റ്റും ഓക്കെയാണ്. ഇംഗ്ലീഷ് ഓക്കെയാണ്, EVS ഓക്കെയാണ്, മലയാളം, ഹിന്ദി എല്ലാം ഓക്കെയാണ്. പക്ഷെ ഓക്കെ മാത്സ് ഭയങ്കര ടഫാണ്. പിന്നെ കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ പക്ഷെ അവള് കമ്പ്യൂട്ടറും ഫോണും എല്ലാം നമുക്കറിയാത്ത സംഭവങ്ങൾ പോലും അവള് കൈകാര്യം ചെയ്യും. പക്ഷെ എനിക്ക് എക്സാമിന് മാർക്ക് ഉണ്ടാവില്ല അല്ലേ പൊന്നു? അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളാണ് പൊന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന്റെ മാർക്കും EVSന്റെ മാർക്കും നമ്മളോട് മാം ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് അവർ പ്രോഗ്രസ് കാർഡിൽ നോട്ട് ചെയ്യുക. അപ്പം നമുക്കൊരു മാർക്ക് ഒന്നും അറിയില്ല. അപ്പോൾ പോയിട്ട് ഇനി എത്ര മാർക്ക് ഉണ്ട് എന്നെല്ലാം നോക്കേണ്ടി വരും. മാർക്ക് കുറഞ്ഞാൽ പൊന്നു എന്റെ കാര്യം കട്ടപ്പുകയാണ്. വേണ്ടതാ, നിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് പഠിപ്പിച്ചല്ലേ, എന്നിട്ട് നീ പഠിച്ചില്ല? ഞാൻ നോക്കട്ടെ എന്റെ മാർക്കെല്ലാം എങ്ങനെയുണ്ട്. സാധാരണ ഞാനിവിടെ ട്യൂഷന് വിടുന്നതാണ്, പക്ഷെ അന്ന് നമുക്ക് ട്യൂഷന് വിടാൻ പറ്റിയിട്ടില്ല ഒരാഴ്ച. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ വീട്ടിലിരുത്തിയിട്ട് പഠിപ്പിച്ചാണ്. അപ്പൊ അതിന്റെ ഗുണമുണ്ടോ നോക്കട്ടെ. പൊന്നോ ബെനിഫിറ്റ് ഉണ്ടോ ഞാൻ നോക്കട്ടെ. ഞാൻ എന്റെ എക്സാമിന് പോലും ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടില്ല കേട്ടോ. നിനക്ക് വേണ്ടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു തന്നെ. നോക്കട്ടെ ഞാൻ. പക്ഷെ EVS നല്ല മാർക്ക് ഉണ്ട് അല്ലേ? അപ്പൊ EVSന് നമ്മൾ വിചാരിച്ചതിനേക്കാളും മാർക്കുണ്ട്. കാരണം ഇവര് CBSE എല്ലാം ഭയങ്കര ടഫാണ്. അപ്പൊ എന്നാലും നോക്കാല്ലേ ബാക്കി. അപ്പൊ നമ്മൾ നേരെ സ്കൂളിലേക്ക് വിടുകയാണ്. ഇപ്പൊ നമ്മളിവിടെ എത്തിയ താണൊക്കെ എത്താനായിട്ടുണ്ട്, കണ്ണോത്തും ചാലിൽ എത്താനായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ വേഗം നമ്മള് സ്കൂളിലേക്ക് പോയിട്ട് അവിടുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കട്ടെ എങ്ങനെയാണെന്നുള്ളത്. എന്ത് എന്നാ ഞാൻ കണ്ടിട്ട്. അപ്പൊ അച്ഛനെന്തെങ്കിലും പറയാനുണ്ടോ മോളുടെ പഠിത്തത്തിനെ പറ്റിയിട്ട്? ഫസ്റ്റ് മീറ്റിംഗ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. 3 മീറ്റിംഗ് സ്കൂളിൽ കഴിഞ്ഞു, അതൊന്നും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് വലിയ സീരിയസ് ഉള്ള മീറ്റിംഗ് ഒന്നും അല്ലായിരുന്നു. നമ്മള് 3 മീറ്റിംഗ് മിസ് ചെയ്തിട്ട് ഇപ്പൊ ഫസ്റ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എക്സൈറ്റഡ് ആണോ? മേരി മോഡിലെ മീറ്റിംഗ് എല്ലാം പിന്നെ പ്രിൻസിപ്പൾ ഒരു മീറ്റിംഗ് വർഷത്തിലൊരു മീറ്റിംഗേ വെക്കും. അതുകൊണ്ട് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിപ്പം മാസം മീറ്റിംഗ് ആണ്. അപ്പൊ നമ്മളിത് ടേം എക്സാം കഴിഞ്ഞുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണല്ലേ. നമ്മളിപ്പം ജസ്റ്റ് സ്കിപ്പ് ചെയ്യായിരുന്നു. അപ്പൊ രാവിലെ നമ്മൾ അർജുന്റെ ന്യൂസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പം വന്നത്. നമ്മള് ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ മറ്റേ അർജുനെ നമ്മൾ അന്വേഷിക്കുന്ന സമയത്തുള്ള ന്യൂസ് മാത്രമേ ഞാൻ കണ്ടിട്ടു. പിന്നെ അർജുന്റെ ബോഡി കിട്ടിയതിന് ശേഷമുള്ള വീഡിയോ എനിക്ക് അങ്ങനെ ന്യൂസൊന്നും എനിക്ക് അങ്ങനെ കാണാൻ തോന്നിയില്ല. എല്ലാ ദിവസവും ഞാന് അപ്പൊ നമ്മൾ ഇന്നിങ്ങനെ രാവിലെ ചാവടിക്കുമ്പോൾ ഇങ്ങനെ ന്യൂസ് അർജുനെ കോഴിക്കോട് അർജുന്റെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പോ ആ സമയത്ത് നമ്മൾ മീറ്റിങ്ങിന് ഇറങ്ങിയല്ലേ, അതുകൊണ്ട് നമുക്ക് വീഡിയോ ഫുള്ള് ന്യൂസ് ഫുള്ള് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ബാക്കിയുള്ള മൊമെന്റോ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഒന്നും കാണാൻ പറ്റിയില്ല. ഭയങ്കര വയ്യ ന്യൂസിന്റെ ഇതിലുണ്ടാവും, പക്ഷെ എന്നാലും ആ ഒരു ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടമുള്ളൊരു അല്ലേ, ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കര ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു ന്യൂസ് കാണുമ്പം. ഇതിന് മുന്നേ ഇങ്ങനത്തെ ഇതിന് മുന്നേ നമുക്ക് ഈ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ന്യൂസ് ഉണ്ടായിട്ടില്ലല്ലോ. അർജുന്റെ കേസ് തന്നെ ആ ടൈമിൽ മണ്ണിനടിയിൽ മണിക്കൂറുകൾ അല്ലെ, ഒരു ദിവസം കൊണ്ട് അടുത്ത ദിവസം എടുത്തില്ലെങ്കിൽ ചിലപ്പം ഇനി ജീവന്റെ തുടിപ്പ് ഉണ്ടാവോ, പെട്ടെന്ന് ചെക്ക് ചെയ്ത് എവിടെയും ഉണ്ടോ എന്നുള്ളൊരു എല്ലാവർക്കും ആ ഒരു ഇതായിരുന്നു. ആ ടൈമായിരുന്നു ഭയങ്കര ഒരു മൂവ്മെന്റ് ആയിരുന്നു. ഭയങ്കര സങ്കടമുള്ളൊരു ന്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇനി വീട്ടിലെത്തിച്ചിട്ടുള്ള അവരെ വികാര നിർഭരമായ അതൊന്നും നമുക്കിനി കാണാൻ പറ്റൂല. നമ്മളിപ്പോ സ്കൂളിലാണ് ഉള്ളത്. സ്കൂളിലെത്തിയില്ല, എത്താൻ വേണ്ടി പോയത്. അപ്പൊ ന്യൂസ് പിന്നെ യൂട്യൂബിൽ ഉണ്ടാവുമല്ലോ അല്ലെ, പിന്നെ പക്ഷെ ലൈവ് ഉണ്ടാവൂലല്ലോ. അപ്പൊ നമ്മളിപ്പോ ധനലക്ഷ്മി ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വീട്ടിൽ കക്കാടേക്ക് ഇങ്ങനെ പോയി നന്നായിട്ട് അറിയാം അല്ലെ. പൊന്നു പറയാ അച്ഛന് ഞാൻ പറഞ്ഞുതരാം വഴി എന്ന് പറഞ്ഞിട്ട്
കോൺഫിഡന്റിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ ഭവൻസിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. നമ്മളെ മുന്നത്തെ സ്കൂളെല്ലാം നമുക്ക് ഇത്ര ലോങ് ഉള്ള സ്കൂളൊന്നും ആയിരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഒരു 100 മീറ്റർ അല്ലെ 200 മീറ്റർ ഒക്കെ നടക്കാനുള്ള ആ ഒരു ഡിസ്റ്റൻസേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ ഓളം ഉണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ഈ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല സ്കൂളാണ്, അതുകൊണ്ട് നമ്മളിവിടെ ചേർത്തിട്ടുണ്ടായത്. സ്കൂള് നല്ലതായിട്ട് കാര്യമില്ലല്ലോ പോലും അല്ലേ, മാർക്ക് കിട്ടണ്ടേ? നോക്കട്ടെ, നിന്റെ കളി ഞാനിപ്പോ തിക്കണേ. അപ്പൊ ഇനി ബാക്കി സ്കൂളിലെത്തിയിട്ട് സ്കൂള് കാണിച്ചു തരാം. പാരന്റ്സ് മീറ്റിംഗിന്റെ ഇവിടെ മാർക്കും എല്ലാം ഞാൻ കാണിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. പൊന്നു എല്ലാവരും കാണും. നിന്റെ ഇവിടെ സ്കൂളിൽ 3ാം ക്ലാസ്സിലൊരു കുട്ടികൾ നമ്മളെ വ്ളോഗ് കാണുന്ന അല്ലേ അല്ല പൊന്നു? ഇവിടെ വ്ളോഗ് ഏതൊരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഇവളോട് ഓടി പോയിട്ട് പറഞ്ഞ പോലെ സ്കൂളിൽ നിന്ന് നിന്റെ വീഡിയോ യൂട്യൂബിൽ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ പോലും. അപ്പൊ അങ്ങനെ പൊന്നു ഫേമസ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും നിന്റെ മാർക്ക് യൂട്യൂബിൽ ഇടും കേട്ടോ, എല്ലാവരും കാണട്ടെ. അത്ര മോശം മാർക്കായിരിക്കും അല്ലേ? ഏതായാലും നോക്കാം. പിന്നെ മൗനവ്രതം മൗനം. ഞാൻ വേഗം വണ്ടി വിടുന്നില്ല, നമുക്ക് ടൈം തെറ്റിയില്ലേ. 10 മണിന്ന് വെച്ചിട്ട് 10:30 ആവാറായി. അത് ശരിയാണ് കേട്ടാ. ഇപ്പൊ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞോ നമുക്കറിയില്ല. നമ്മള് സാധാരണ എപ്പോഴും ലേറ്റ് ആയിട്ട് എത്താറുള്ളൂ. അത് ഇതിന് നല്ല നമ്മളെല്ലാ പരിപാടിക്കും പോകുമ്പോ നമ്മള് ലേറ്റസ്റ്റ് ആയിട്ട് പോകും. അപ്പൊ 10 മണിക്ക് പറഞ്ഞ മീറ്റിംഗ് ചെയ്താൽ ഇപ്പൊ 10:20 ആയിട്ടുണ്ട്. മീറ്റിംഗ് എല്ലാം ഇവിടെ തുടങ്ങി. ഇപ്പം അത് കഴിഞ്ഞിട്ട് ആ ഓഡിറ്റോറിയത്തിൽ ഇവർക്ക് മറ്റേ എന്തോ ബുക്സിന്റെ എന്തോ ഇതെന്ത് സംഭവം ബുക്ക് ഫെയർ ഉണ്ട്. അപ്പൊ അതിന് മുന്നേ മീറ്റിംഗ് കഴിക്കണം. അപ്പൊ അപ്പക്കേക്കെല്ലാം നമ്മൾ എത്തുമ്പോഴത്തേക്ക് മീറ്റിംഗ് കഴിയും എങ്ങനെയാണെന്ന് അറിയില്ല. എല്ലാ ടീച്ചേഴ്സിനൊക്കെ മീറ്റ് ചെയ്യേണ്ടതാണ്. കമ്പ്യൂട്ടർ മാമിന് എന്തായാലും കാണണം. കമ്പ്യൂട്ടർ മാമിനെ കണ്ടേ പറ്റൂ. എനിക്ക് എങ്ങനെ ഇങ്ങനെ മാർക്ക് വരണോ ഈ കമ്പ്യൂട്ടറിന്? നീ കമ്പ്യൂട്ടർ ഫോണും എല്ലാം സകലത് നമുക്ക് പോലും അറിയാത്ത കാര്യം എനിക്കറിയല്ലോ. എനിക്ക് ഇങ്ങനെ മാർക്ക് വരണോയെ? അപ്പൊ നമ്മൾ എത്തിയല്ലോ, ഓടിയല്ലേ? ഇത്ര അടുത്തല്ലേ? അപ്പോൾ നമ്മൾ പൊന്നൂൻ്റെ സ്കൂളിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇപ്പം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയാണ് മീറ്റിംഗ് കഴിഞ്ഞോ, ഇനി പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടിലേക്ക് ഡയറക്റ്റ് അവർ കടന്നോ ഒന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യം കുറച്ച് വണ്ടികളൊക്കെ അവിടെ ഉണ്ട്. കാരണം ഇന്ന് ഇവരുടെ 4th സ്റ്റാൻഡേർഡിൻ്റെ മാത്രം പാരൻസ് മീറ്റിങ്ങും പ്രോഗ്രസ് കാർഡ് സൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ 4ാം ക്ലാസ്സിലെ പാരൻസ് മാത്രമേ ഇന്ന് ഉണ്ടാവുള്ളൂ. പിന്നെ ആസ് യൂഷ്വൽ +1 +2നൊക്കെ ക്ലാസ് ഉണ്ട്. പിന്നെ 10th സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ കുട്ടികളൊക്കെ അവിടെ റെഗുലർ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതാ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി അവിടേക്ക് ബുക്ക് ഫെയർ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മൾ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ബുക്ക് ഫെയറിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ കുട്ടികൾക്ക് വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബുക്ക് ഫെയർ ഇടയ്ക്കിടയ്ക്ക് വെക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ പൊന്നു വരച്ചിട്ടുള്ള പിക്ചേഴ്സാണ് അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പൊന്നു ഇപ്പം ഓടി നടന്നിട്ട് ഏത് ബുക്ക് എടുക്കണം എന്നുള്ള ആ ഒരു ഇതിൽ കുറേ ബുക്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒരു ബുക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ബുക്കും പിന്നെ അവിടുന്ന് കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളിനി മീറ്റിങ്ങൊക്കെ കഴിഞ്ഞല്ലോ, ഇനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുകയെന്ന്. അപ്പോൾ ഇതാണ് പൊന്നൂരെ സ്കൂള്, ഭാരതീയ വിദ്യാഭവൻ. നല്ല അടിപൊളി സ്കൂളാണ്. സ്കൂളിൻ്റെ വീഡിയോ ഞാൻ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്ന ആ ഒരു വീഡിയോൻ്റെ അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് സൈനെല്ലാം ചെയ്ത് ആൻസർ ഷീറ്റ് എല്ലാം വാങ്ങി കാറിൽ വന്നിരുന്നു. അങ്ങനെ നമ്മളെ ഭാരതീയ വിദ്യാഭവനിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് മിഡ് ടേം എക്സാം അതിന്റെ റിസൾട്ട്, അതിന്റെ പ്രോഗ്രസ് കാർഡ് നമ്മൾ വിചാരിച്ച പോലെയല്ല. അവള് മാർക്ക് വാങ്ങിയില്ലേ? വിചാരിച്ച പോലെയല്ല, മാർക്കൊക്കെ ഉണ്ട്. നിമ്മിന്റെ സപ്പോർട്ടോടെ. അതിന് എനിക്കതങ്ങ് ട്രീറ്റ് ഉണ്ടോ? അപ്പൊ എന്റെ ശിക്ഷണത്തിന് പൊന്നു നല്ല മാർക്ക് വാങ്ങിച്ച്. പൊന്നുവിന് മാത്സിന്റെ ആൻസർ ഷീറ്റ് കിട്ടുന്നവരെ നെഞ്ചടിപ്പായിരുന്നു. ടീച്ചേഴ്സിനെല്ലാം നല്ല അഭിപ്രായം, നല്ല കുട്ടിയാണ്, സൈലന്റ് ആണ്, അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഇംഗ്ലീഷ് സംസാരം കുറവാണ്. അല്ല ഇപ്പൊ സംസാരം കുറവാന്ന് അല്ലേ? ടീച്ചർ എടുക്കുമ്പോ പാടെടുക്കുമ്പോ അധികം സംസാരിക്കില്ല. അപ്പൊ ഏതായാലും നമ്മള് വീട്ടിലേക്ക് പോയെന്ന്. ഓക്കെ, നമ്മളങ്ങനെ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോകും. നമ്മളുടെ ATM-ലേക്ക് നിർത്തിയിട്ടുള്ളത്. അച്ഛന്റെ കൂടെ പോകണ്ട, അച്ഛൻ ATM പോയിട്ട് ഇപ്പൊ വേണ്ടി വരും. നട്ടപ്പൊരി വെയില മക്കളെ. 12:30 ആയിട്ടുണ്ട്. എത്ര സമയം കൊണ്ട് 12:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ലഞ്ച് വീട്ടിൽ പോയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഭയങ്കര ചൂട്. എന്റെ ദൈവമേ, മഴ മാറുമ്പോഴത്തേക്ക് എന്തൊരു ചൂടാ. നമ്മളിപ്പോ SBIന്റെ ATM-ൽ വന്നിട്ടുള്ളേ താഴ്ചക്ക്.
പൊന്നൂര് വാങ്ങിയ സ്റ്റോറി ബുക്ക് കാണിച്ച്. ഇത് സ്കൂളിൽ നിന്ന് എന്താ പറയാ സ്റ്റോറി ബുക്ക് എന്താ പറയുക ബുക്ക് ഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നൈസായിട്ടൊരു സ്റ്റിക്കർ വാങ്ങിയല്ലേ. പിന്നെ ഒരു മോറൽ സ്റ്റോറീസ് വാങ്ങിയിട്ടുണ്ട്. 51 സ്റ്റോറീസ് ഉള്ളൊരു മോറൽ സ്റ്റോറീസ്. ഈ ഓരോ സ്റ്റോറി ഓരോ ദിവസം വായിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ ഇത് പറഞ്ഞു തരണം കേട്ടോ. സ്റ്റോറി പറഞ്ഞു തരണം. സ്റ്റോറി ഇംഗ്ലീഷ് സ്റ്റോറിയാണ്. അത് വായിച്ചിട്ട് അതിൻ്റെ മലയാളം കംപ്ലീറ്റ് എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. അമ്മയല്ല എപ്പം കഥ പറഞ്ഞു തരത്തെ. അപ്പം മോളെ എനിക്ക് കഥ പറഞ്ഞു തരണം. നമുക്ക് പറഞ്ഞു തരൂല? അച്ഛനാടാ. ഓക്കെ. ATM പോയാണ്. ATM തിരക്കുള്ളതുകൊണ്ട് നമ്മളീ നോക്കി നിൽക്കലാണ് അവിടെ. നമ്മളിവിടെ നിന്ന് ചെയ്യുന്നത് കൈനെ കൊണ്ട് ഹായ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ATM പൈസ എടുത്തിട്ട് ഏട്ടനും മോളും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ്. എൻ്റെ ദൈവമേ ചൂട് കൊണ്ട് പൊരിഞ്ഞു പോയി. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഉച്ച ടൈമിൽ. അങ്ങനെ നമ്മുടെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ തിരക്കിലാണുള്ളത്. ഉച്ചക്കത്തേക്ക് എന്ത് അച്ഛൻ ചോദിക്കുന്നത് ഡ്രസ്സ് ഇട്ടിട്ടില്ല പറഞ്ഞില്ല. കുക്കിങ്ങിൻ്റെ പരിപാടിയിലാണ് ഉള്ളത്. നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നേരെ വന്നു. അപ്പോൾ അധികം ലേറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടൈം അത്രയായിരുന്നു. 1 മണിയാകുമ്പോഴത്തേക്ക് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി എന്താ പരിപാടി എന്നറിയില്ല. ARM കാണാൻ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുമെന്നറിയില്ല, നോക്കട്ടെ. വലിയ മൂഡില്ല എനിക്ക് ARM, കാരണം 3D അല്ലേ. ഒന്നാമത് നമ്മൾ സ്പെക്സ് വെക്കുന്നതുകൊണ്ട് 3Dയും കൂടെ വെച്ച് കഴിഞ്ഞാൽ 3Dൻ്റെ ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് 3D മൂവി കാണാൻ വലിയ താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചോറ് ഓൾറെഡി നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് പൊന്നോടനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബീട്രൂട്ട് ഉപ്പേരി മെഴുക്ക് വരട്ടി പോലെ ആക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ ചെയ്യണം. മീൻ കറിയുണ്ട്, ചെമ്മീൻ്റെ കറിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഫ്രൈ ചെയ്യാനുണ്ട് കുറച്ച്. അപ്പോൾ നമ്മളിനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു കേട്ടോ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണി ഇവിടെ ടൈം സെറ്റ് ചെയ്ത് മെഷീനിലിട്ട് ഇനി കുറച്ച് സമയം പോയിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഇനി ഈവനിങ് കാണാം. അപ്പോൾ നമ്മൾ പൊന്നോന്റെ സ്കൂളിൽ പോയി വന്ന് കിടന്നുറങ്ങി. ഒരു ഉറക്കോലം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഒരു ഉറക്കോലം കഴിഞ്ഞ് ഇനി വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ കുടിക്കാനുണ്ട്. കിച്ചണിൽ കുറച്ച് പണിയുണ്ട് അല്ലേ? അതെ, കുറച്ച് പണിയുണ്ട്. അന്നെ കാണുന്നു. അപ്പൊ നമ്മള് നേരെ കിച്ചണിലേക്ക് പോയി. വിളക്കത്തിക്കാരായി കുളിക്കാൻ പറയണം. അപ്പൊ കേക്ക് കുളിക്ക് വിളക്കത്തിക്കണ്ടേ? കണ്ടില്ല നമ്മുടെ സ്കൂളിൽ പോയിട്ട് എന്തെല്ലാ പരിപാടി ചെയ്തേ? പൊന്നുവിന്റെ എന്താ പറയണ്ടേ സ്കൂളിലെ ഒരു പരിപാടിനെ ഷാൾ കൊടുത്തിട്ട് ഇങ്ങനെ. പൊന്നു മാത്സിന് മാർക്ക് വളരെ മോശമാന്ന് വെച്ചിട്ട് ഹാർട്ട് അടിച്ചിട്ടാ പോയി. നല്ല മാർക്ക് ബെറ്റർ ആയിരുന്നു. അടിപൊളി മാർക്കായിരുന്നു. ഈ മാർക്ക് ബെറ്റർ ആയിരുന്നു. ഞാൻ ഉദ്ദേശിച്ചത് അടിപൊളി മാർക്കായിരുന്നു. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. അത് വെച്ച് നോക്കുമ്പോ മാർക്ക് പിന്നെ എടുക്കുമ്പോ പേപ്പർ പിന്നെ എടുക്കുമ്പോ 28. അപ്പൊ സമാധാനം അതിനേക്കാളും കൂടുതലുണ്ടല്ലോ എന്ന് പറയുമ്പോ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതലുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല. കാരണം ഇവർക്ക് മറ്റേ ടേബിളൊക്കെ ഭയങ്കര കഷ്ടമായിരുന്നു, മറ്റേ മൾട്ടിപ്ലിക്കേഷൻ ടേബിളെല്ലാം. പക്ഷേ എങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മാർക്ക് എക്സ്പെക്ട് ചെയ്യാറ്. പക്ഷേ എങ്കിൽ ഓള് ഞെട്ടിച്ചാണ്. അപ്പോൾ നമുക്ക് നേരെ ചായ ആക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോകാം. മല പോലെ പാത്രം കൂട്ടി വെച്ചിട്ട് ഇന്ന് എന്റെ ഒരു സഹായം ആയിക്കോട്ടെ എന്ന് വെച്ച് ഞാനാണ് ഇന്ന് പാത്രം കഴുകുന്നത്. അപ്പൊ ഞാനല്ലേ കഴുകുക? ഉറക്കം പറയാതില്ല. ഞാൻ മാസത്തിൽ ഒരു തവണയെ കഴുകാറുള്ളൂ. അതെ, കഴിഞ്ഞ മാസമായിരുന്നു ഈ മാസം കഴുകിക്കോ. ഞാൻ ചായ വെക്കട്ടെ. പാത്രം ഇല്ലാത്തതാണ്. പാത്രം കഴുകലെല്ലാം ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഗേൾസിൽ എപ്പോഴും എടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ മാസത്തിൽ ഒരിക്കലെങ്കിലും അല്ലേ ആ ഹസ്ബൻഡുമാർ ചെയ്യണ്ടേ? നമ്മൾ 24/7 ഉറക്കം വിട്ട് മാറിയില്ല കേട്ടോ. നമ്മൾ 24/7 ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ 24/7 പാത്രം കഴുകുന്നു, ചായ വെക്കുന്നു, ചോറ് വെക്കും അല്ലേ? നമ്മൾ 24 കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാം. മുഖത്തൊരു ചെറിയൊരു വിഷമുള്ള പോലെ. അതിന് ഇത്ര വിഷമം? എന്നാ വേഗം ചായ വെക്കട്ടെ. അപ്പൊ ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നോക്കുകയാണ്. ചായ വെക്കട്ടെ.
ഫോണിൽ ഇങ്ങനെ അടുത്ത ചായ വെക്കൽ നടക്കുമോ? അപ്പൊ ഞാൻ ഏതായാലും ചായ വെക്കട്ടെ. ഇത് ഈ പാത്രം ഫുള്ള് വടിച്ചു തീർക്കേണ്ട സ്നേഹമാണ് കാണിക്കുന്നത്. മാസത്തിലൊരിക്കൽ പാത്രം പഠിക്കും, മാസത്തിലൊരിക്കൽ സ്നേഹം കാണിക്കും അല്ലേ? ഇഷ്ടം ജയപ്പെട്ടിട്ടില്ല. അത് അയാളുടെ തുണിയിൽ ഉണങ്ങിയതാണോ? പൊന്നു സ്റ്റോറി ബുക്ക് കാണിച്ച ഇഷ്ടായിന സ്റ്റോറി ബുക്ക്? എങ്ങനെയുണ്ട് അഭിപ്രായം? അമ്മ സെലക്ട് ചെയ്ത സ്റ്റോറി ബുക്ക് എങ്ങനെയുണ്ട്? പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റിക്കേഴ്സ് ആണ്, നല്ല രസമുണ്ടായിരുന്നു. സ്റ്റോറി ഡിഫറെന്റ് സാധനമല്ല. അച്ഛന് ഇഷ്ടമായത് വേറൊരു ബുക്കായിരുന്നു, ഒരു നോവല് പോലത്തെ. അതൊന്നും എനിക്ക് വായിച്ച തലേക്ക് പ്രേതത്തിന്റെ ഒരു കഥ ഉണ്ടായിരുന്നു. നല്ല മുളക് പൊടി ഇട്ടിട്ട് നമ്മളെ നാട്ടില് ബോട്ടി എന്ന് പറയും, ഓരോ സ്ഥലങ്ങളിൽ തൊണ്ടക്കുഴയിൽ എന്ന് പറയും. അപ്പൊ നമ്മള് കഴിഞ്ഞ വീക്കിൽ കണ്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് തോന്നിട്ട് വാങ്ങിച്ചതാണ്, ഒരു പഴയ നൊസ്റ്റാൾജിയ ഫീലിംഗ് തോന്നിട്ട് വാങ്ങിച്ചതാണ്. അപ്പൊ നല്ല രീതിയിൽ മുളക് പൊടി കിട്ടപ്പോ അടിപൊളിയായി, ഒരു നല്ല എഫക്റ്റ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പൊന്നു വേഗം പോയിട്ട് വിളക്ക് വെച്ചു. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും ഇത് ഫോണും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്ലോ ആയിരിക്കും. അപ്പോൾ പുതിയ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.